ശ്രീ എസ് ജെ സഞ്ജീവ്, ഇവിടെ റെയിൽവേക്കാണോ ഉത്തരവാദി, തിരുവനന്തപുരം കോർപ്പറേഷനാണോ ഉത്തരവാദി എന്ന രീതിയിൽ തർക്കം നടക്കുകയാണ്. അതിനിടയിലാണ് സംസ്ഥാന സർക്കാർ തന്നെ ഇപ്പോൾ എം ബി രാജേഷ് മന്ത്രി ഇന്ന് വന്ന് പറയുകയാണ് റെയിൽവേ ആണ് ഇതിന് ഉത്തരവാദി എന്ന്. അദ്ദേഹം അതിനുവേണ്ടി കുറെ കണക്കുകളും പറയുന്നുണ്ട്, സാങ്കേതികമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. റെയിൽവേ എന്തുകൊണ്ട് ഇതിൽ ഈ ക്ലീനിങ്ങിന് വേണ്ടി താല്പര്യം കാണിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെന്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അപ്പോൾ ഇതിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണോ സഞ്ജീവ്? അല്ല, ഈ ആത്യന്തികമായി നമ്മളിപ്പം ഇന്നുണ്ടല്ലോ, റെയിൽവേയുടെ സ്ഥലമാണെന്നുണ്ടെങ്കിൽ 117 120 മീറ്റർ ആയിട്ട് വരുന്ന ഒരു പ്രദേശം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മെനിഞ്ഞാന്ന് ജോയ് എന്ന് പറയുന്ന ആള് ഇറങ്ങിയ ഭാഗം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് വെള്ളം വന്ന് കയറുന്ന എൻട്രൻസിലാണ് വന്ന് ഇറങ്ങിയത്. ആ സ്ഥലത്താണ് പുള്ളിക്ക് അപകടം പറ്റുന്നത്. അതിനകത്ത് നിറഞ്ഞു കിടന്ന സാധനം ഇന്നലെ നൈറ്റിലും അവിടെ നിറഞ്ഞു തന്നെ കിടപ്പുണ്ട്, വേസ്റ്റുകൾ. ഇന്നലെയും അവിടെ ബാഗിലൊക്കെ തന്നെ മറ്റേ സ്കൂൾ ബാഗിൽ വരെ ഫാണ്ടക്കെട്ട് പോലെ ഈ KSRTCയുടെ അടിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസിന്റെ അടിയിൽ നിന്നുള്ള ഇത് ഒഴുകി വരുന്നുണ്ടായിരുന്നു. അപ്പോ ഈ പറഞ്ഞ സാധനം അവിടെ നിന്ന് വരുന്ന വേസ്റ്റിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? റെയിൽവേക്കാണോ? അതേപോലെ അതിന്റെ അകത്ത് ടൺ കണക്കിന് ഇത് കിടപ്പുണ്ട്. ഏതോ പാഴ്സൽ സെന്ററിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഈ തെർമോകോൾ കിടപ്പുണ്ടായിരുന്നു, ഇത് കിടപ്പുണ്ട്. അപ്പം ഇന്നലെ മേയർ വളരെ ശ്രദ്ധയോടുകൂടി പറയുന്നുണ്ടായിരുന്നു, റെയിൽ നീർ എന്ന് പറയുന്ന മറ്റേ ഇതുണ്ടല്ലോ, മിനറൽ വാട്ടറിന്റെ ബോട്ടിലാണ് കൂടുതലും പുള്ളിക്കാരി അവിടെ അകത്ത് കയറിയവർ കണ്ടേ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ നമ്മളെ ഈ രാജാജി അല്ലെങ്കിൽ നമ്മൾ ഈ മലയാള മനോരമ അങ്ങനെയുള്ള ഇതിന്റെയൊക്കെ ബാക്കിൽ നിന്ന് വരുന്ന ഈ വെള്ളത്തിനകത്ത് നിന്ന് കാണുന്ന ഈ വേസ്റ്റിന്റെ ഉത്തരവാദിത്വം ആർക്കാ പറയാൻ പറ്റുന്ന? ഇതിപ്പം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നതിന് പകരം ഇതിലൊരു കൂട്ടുത്തരവാദിത്വമാണ് വന്നേക്കുന്ന. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് ഇവർക്ക് സ്റ്റേണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി പ്രശ്നം തീരും. എന്നിട്ട് ഇനി നമുക്കത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇപ്പൊ ഇന്നലെയും എനിക്കന്ന് ചെയ്ത നടപടിയുടെ ബാക്കി പത്രമായിട്ട് ഇനിയുള്ള ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് മാക്സിമം നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഉപ്പിടാമൂട് പാലം വരെയെങ്കിലും ഉള്ളു. അതിനപ്പുറത്തോട്ട് ഇപ്പൊ അല്പം ക്ലീൻ ആണ്. അപ്പൊ ഉപ്പിടാമൂട് പാലം വരെയുള്ള സാധനമെങ്കിൽ ഈ ദ്രുതഗതി ചെയ്ത അതേ പരിപാടി തന്നെ തുടർച്ചയായിട്ട് അതങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ജോയ് എന്നുള്ള മനുഷ്യൻ ജീവൻ ബലി അർപ്പിച്ചതിന് ഒരു നീതിയെങ്കിലും ആവും. അല്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയത്നം 2 ദിവസത്തെ പ്രയത്നം ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് ഒരാഴ്ചയെങ്കിലും നടത്തിയിരുന്നുവെങ്കിൽ ഈ തോട് മുഴുവൻ ഇത്രയും പ്രയത്നം വേണ്ടായിരുന്നു. അത് ആ സമയബന്ധിതമായിട്ട് ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നടത്താവുന്നതാണല്ലോ. പിന്നെ ആരാണ് ഇത് തടസ്സപ്പെടുത്തിയത്? എന്തുകൊണ്ട് ഇത്തവണയും നടക്കാതെ പോയി? തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്നുള്ള കാര്യം പറയുന്നുണ്ട്, അതൊരു തടസ്സമായിരുന്നോ? അത് ഈ അതോ കരാറുകാരുടെ പ്രശ്നമാണോ, അതോ പണം അടിച്ചു മാറ്റുന്നതിലെ തർക്കമാണോ? ഇതിനകത്ത് അല്ല, ഇതിപ്പോ എന്തെന്നോ, ഇതിപ്പോ നമ്മളിപ്പോ പൊതുപൗരന്മാരുണ്ട്. നമ്മൾ പൊതുപൗരന്മാര് നമുക്ക് അല്ല, കേൾക്കാമോ? കേൾക്കാം. ഹലോ, കേൾക്കാം. ഹലോ, കേൾക്കാം. അല്ല, നമ്മളെപ്പോലെ സാധാരണ ജനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള നമ്മള് ഒരു ജനപ്രതിനിധിയല്ല, നമ്മൾ ഉദ്യോഗസ്ഥരല്ല, ഒന്നുമല്ല. നമ്മൾ സാധാരണ ജനങ്ങൾക്ക് തന്നെ തോന്നുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒരു നാട്ടിൽ ഒരു മഴക്കാലം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു വേനൽ വരുമ്പോഴുള്ള കുറെ മുന്നൊരുക്കങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി. അപ്പൊ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്, ഒരു ഫെബ്രുവരി മാസം കഴിയുമ്പോഴത്തേക്ക് മാർച്ച് മാസത്തിനകത്ത് മഴക്കാല ശുചീകരണം, അത് ഏകദേശം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഏപ്രിൽ 15 അല്ലെങ്കിൽ അഥവാ ഇനി മഴയൊക്കെ നീണ്ടുപോകണമെങ്കിൽ ഒരു മാക്സിമം മെയ് ആദ്യത്തെ വീക്ക് ഇതിനകത്ത് നമ്മളിത് ചെയ്തിരിക്കും. അപ്പോ തെരഞ്ഞെടുപ്പ് ചട്ടവും ഇതും തമ്മിൽ നമ്മൾ എന്തിനാ കമ്പയർ ചെയ്യുന്ന? ഇതൊരു ജനുവരി മാസം ആവുമ്പോഴേ ഡിസൈഡ് ചെയ്യുകയും ഒരു ഫെബ്രുവരി മാസം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യണം. പിന്നെ നമ്മൾ തിരുവനന്തപുരം മേയർ ആയിരുന്നാലും ഇവിടുത്തെ MLA മാരായിരുന്നാലും മന്ത്രിമാരായിരുന്നാലും പ്രതിപക്ഷത്തിലുള്ളവരായിരുന്നാലും ഇവരാരും ആദ്യമായിട്ട് തിരുവനന്തപുരം കാണുന്നവരൊന്നും അല്ലല്ലോ. തിരുവനന്തപുരം വർഷങ്ങളായി കാണുന്നില്ലേ. തമ്പാനൂർ എങ്ങനെയുള്ള സ്ഥലമാണെന്ന് അറിയാം. ഇത്രയും ഫ്ലാഷ് ഫ്ലഡുകൾ വരുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അത്തരം പ്രദേശത്ത് ഒരു മഴക്കാല മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ ചെയ്യണം. ഇവർ മഴക്കാല മുന്നൊരുക്കം പരിപാടി തുടങ്ങി എന്നുള്ളത് മേയർ തന്നെ ഇന്നലെ എവിഡൻസ് ആയിട്ട് TVയിൽ ഇട്ടിട്ടുണ്ട്. അതെന്ന് പറയുന്നത് മെയ് 7 മെയ് 7 മെയ് 17 അങ്ങനെയുള്ള തീയതികളിലെ കുറച്ച് കത്തുകൾ കാണിച്ചിട്ടാണ് മേയർ അത് ഡെസ്പാച്ച് ചെയ്തതിന്റെ കാര്യമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാലതാമസം വരുത്തിയിട്ടല്ലേ ഇത് ചെയ്തത്? ഇത് ഒരു സാധനം ചെയ്യണമെങ്കിൽ മഴക്കാലം തുടങ്ങുന്നവരെ മെയ് ആദ്യ വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് കൊടും മഴയായിരുന്നു. എനിക്ക് കേരളത്തിൽ തന്നെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തില് അഥവാ ഒരു കത്ത് റെയിൽവേക്ക് കൊടുത്തു, അത് ചെയ്തില്ലെങ്കിലും അവർക്ക് കുറെ പവർ ഉണ്ടല്ലോ. ഒരു നഗരസഭ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ലെവലില് മേയർക്ക് എടുക്കാൻ പറ്റുന്ന എക്സ്ട്രാ ചില പവറുകളുണ്ട്. ആ പവർ വെച്ചിട്ട് നമുക്ക് അവരവിടെ ഒരു തെറ്റ് നടത്തിയിട്ടുണ്ട്.
റെയിൽവേ നടത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് അത് നേരത്തെ വിവാദം ഉണ്ടല്ലോ. ഇപ്പൊ മഴക്കാലം തുടങ്ങി ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ ഒരാൾ മരിച്ചപ്പോൾ മാത്രമല്ലേ ഈ തർക്കവും ഇതൊക്കെ വന്നേക്കുന്നുള്ളൂ. അപ്പൊ ഈ അതിനുള്ള മറുപടി അത് സാധാരണക്കാരൻ എന്ന രീതിയിൽ സഞ്ജീവ് ചോദിക്കുന്നതാണ്.